നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു ആർട്ടിക്കിളിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു: ജർമ്മനിയിൽ ഒരിക്കൽ ഈ സുഹൃത്തും കൂട്ടുകാരും ഒന്നിച്ച് ഒരു വിദേശ പര്യടനത്തിനായി പോയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയുണ്ടായി. അവരെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, രണ്ടുപേര് ഒരു ഭക്ഷണമേശയ്ക്ക് ചുറ്റിനും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഒരു ലഘുഭക്ഷണം മാത്രം ഓർഡർ ചെയ്ത് അത് രണ്ടായി ഭാഗിച്ച് രണ്ടുപേരും കഴിച്ച് 2 കപ്പ് കാപ്പിയും കുടിച്ചിട്ട് എണീറ്റ് പോവുകയുണ്ടായി. ഈ സുഹൃത്ത് ചിന്തിച്ചു, ഇവർ തീരെ പാവപ്പെട്ടവരായിരിക്കും, പൈസ മുടക്കാൻ പറ്റാത്തവരായിരിക്കും, ഇല്ലെങ്കിൽ പിശുക്ക് സ്വഭാവമുള്ളവരായിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു കുടുംബം കയറി വന്ന് 4 പേരടങ്ങുന്ന കുടുംബത്തിന് 2 പ്ലേറ്റ് ഭക്ഷണ സാധനം ഓർഡർ ചെയ്ത് അത് വീണ്ടും 4ആയി ഭാഗിച്ച് കഴിക്കുന്നത് കണ്ടു. ഇന്ത്യയിൽ നിന്ന് പോയ ഈ സുഹൃത്തും കൂട്ടുകാരും വേറൊരു വിദേശ രാജ്യത്തായിരുന്നതിനാൽ ഏറെ ഭക്ഷണങ്ങളെല്ലാം ഓർഡർ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത് മുഴുവൻ കഴിച്ചു തീർക്കാൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ കുറേ സാധനങ്ങൾ അവിടെ ബാക്കി വെച്ചിട്ട് എണീറ്റ് പോയപ്പോൾ കൗണ്ടറിലിരുന്ന ഒരു ജർമ്മൻ വനിത വളരെ രോഷാകുലയായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ നാട്ടുകാരനായ ഒരാളോട് എന്താണ് അവർ ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇവർക്ക് ഭാഷ തർജിമ ചെയ്തു കൊടുക്കുകയുണ്ടായി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നാണ് ഏറെ കയർത്ത് സംസാരിച്ച് ആ സ്ത്രീ ചോദിക്കുകയുണ്ടായത്. ഇന്ത്യക്കാരനായ സുഹൃത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നോ വേസ്റ്റാക്കുന്നോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലല്ലോ. പേ ചെയ്തിട്ടാണല്ലോ ഞങ്ങളത് കഴിക്കാൻ പറ്റാതെ അവിടെ വെച്ചിട്ട് പോകുന്നത്. പക്ഷേ ആ സ്ത്രീ തിരിച്ച് ഇവരോട് സംസാരിക്കുകയുണ്ടായി. പണം ഒരു പക്ഷേ നിങ്ങളുടേതായിരിക്കാം, എന്നാൽ വിഭവശേഷി നിങ്ങളുടേതല്ല. ഈ രാജ്യത്തെ ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണ സാധനം മാത്രമേ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് വളരെ ലിമിറ്റഡാണ്. അത് പണം കൊടുത്താൽ എപ്പോഴും ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലെല്ലാം വളരെ സ്ട്രിക്റ്റായി ഈ ഒരു കാര്യം നോക്കുന്നത്. പണം താങ്കളുടേതാണെങ്കിലും വിഭവശേഷി താങ്കളുടെ സ്വന്തമല്ല, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാനായി ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം പല കാര്യങ്ങളും ഇങ്ങനെയല്ലേ ചിന്തിക്കാറുള്ളത്? വെള്ളം അമൂല്യ വസ്തുവാണ്. നമ്മളുടെ വീട്ടിൽ കിണറുണ്ട്, ധാരാളം വെള്ളമുണ്ട്, എന്തുമാത്രം വേസ്റ്റാക്കുന്നു. എന്നാൽ അടുത്തുള്ള കിണറുകളിലെ വെള്ളം കൂടിയാണ്, ഈ ഒരു വിഭവശേഷിയാണ് നാം ദുരുപയോഗം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കാറുണ്ടോ? ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എൻ്റേതെല്ലാം എൻ്റെ സ്വന്തമല്ല, എനിക്കുള്ളതെല്ലാം എൻ്റേത് മാത്രവുമല്ല. പുതിയ ഒരു തുടക്കം കുറിക്കുന്ന വരികളാകട്ടെ ഇവ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകളും ടോപ്പിക്കുകളും ഒക്കെ ഇട്ട് തരികയും ചെയ്താൽ തീർച്ചയായും ഞങ്ങൾക്കതേറെ പ്രയോജനകരമാകും. നന്ദി.